കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച വൻ അഴിച്ചുപണി യദുവിന്റെ കാര്യത്തിൽ കാലത്തിന്റെ കാവ്യനീതിയായി മാറുകയാണ്. അന്ന് ബസ് തടഞ്ഞു നിർത്തി യദുവിന്റെ പണി കളയാൻ മുന്നിൽ നിന്ന ആര്യ രാജേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരം മേയറല്ല, ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും അല്ല. ഇതിനെല്ലാം പുറമെ യദുവിനെതിരെ കള്ളക്കഥകൾ ചമച്ച KSRTC-യിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വം നൽകിയ അന്നത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് പരാജയപ്പെടുകയും ചെയ്തു. തനിക്കിട്ട് പണിയാൻ നോക്കിയ പ്രബലരെല്ലാം ജനകീയ കോടതിയിൽ തോറ്റ പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ യദുവിന് KSRTC-യിലേക്ക് തന്നെ ഡ്രൈവറായി രാജകീയ തിരിച്ചുവരവിന് വഴി തെളിയുകയാണ്. CP ജോണാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ യദു എന്താണ് എന്ന് അദ്ദേഹത്തിന് ഒന്ന് പഠിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ യദുവിനെ വീണ്ടും തിരഞ്ഞെടുക്കാൻ CP ജോൺ, മന്ത്രിയായിട്ടുള്ള CP ജോൺ അദ്ദേഹം തയ്യാറാകുമെന്നാണ് വ്യക്തമാകുന്നത്. തന്നെ തിരിച്ചെടുക്കണമെന്ന അപേക്ഷ യദു മാനേജ്മെന്റിന് നൽകിയാൽ അത് പുതിയ UDF സർക്കാരും KSRTC-യും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് സൂചന. റോഡിൽ വെച്ച മുൻ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവുമായി വാക്കേറ്റം ഉണ്ടായതിന് പിന്നാലെ യദുവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ അന്നത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ കാരണങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ യദു തുടർച്ചയായി 6 മണിക്കൂർ ഫോണിൽ സംസാരിച്ചതിനാണ് നടപടി എന്നായിരുന്നു മുൻ മന്ത്രിയുടെ അവകാശവാദം. സിറ്റി പോലീസ് കമ്മീഷണർ കോൾ ഡീറ്റെയിൽസ് സഹിതം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഗണേഷ് കുമാർ ചാനലുകളിൽ വന്ന വീരവാദം മുഴക്കിയെങ്കിലും KSRTC ജീവനക്കാർ ചീഫ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിൽ യദു ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും തങ്ങൾക്ക് ലഭിച്ചില്ലെന്നാണ് വ്യക്തമാക്കിയത്. മുൻ മേയറും ഭർത്താവും കാറ് കുറുകെയിട്ട് ബസ് തടഞ്ഞത് ചോദ്യം ചെയ്ത വിരോധത്തിൽ യദുവിനെ വേട്ടയാടാൻ അന്നത്തെ ഭരണകൂടവും മന്ത്രിയും ഒത്തുകളിക്കുകയായിരുന്നു എന്ന് ഇതോടെ വ്യക്തമായിരുന്നു. 2024 ഏപ്രിൽ 27 രാത്രി പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച കാറ് കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞ മേയറുടെയും MLA-യുടെയും നടപടി വലിയ വിവാദമായിരുന്നു. യാത്രക്കാരുമായി പോയ പൊതുവാഹനം തടഞ്ഞു നിർത്തി KSRTC ജീവനക്കാരെ പരസ്യമായി വിചാരണ ചെയ്ത അധികാരികളുടെ ഹുങ്കിനെതിരെ അന്ന് വലിയ ജനരോക്ഷമാണ് ഉയർന്നത്. എന്നാൽ അധികാരത്തിന്റെ തണലിൽ യദുവിനെ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന പേരിൽ കേസെടുപ്പിക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുമായിരുന്നു. ജോലി നഷ്ടപ്പെട്ടതോടുകൂടി കുടുംബം പുലർത്താൻ മറ്റു വഴികളില്ലാതെ ഓൺലൈൻ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള ജോലികളിൽ ചെയ്താണ് യദു ഇത്രയും കാലം ജീവിച്ചത്. അന്ന് ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഒരു പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടവർക്കാണ് ഇപ്പോൾ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിയതോടെ യദുവിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യത്തിന് KSRTC-യിലെ കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയായ TDF ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. യദു നിലവിൽ INTUC യൂണിയൻ അംഗത്വം എടുത്തിട്ടുള്ള ആളാണ്. അതിനാൽ തന്നെ തൊഴിലാളി വിരുദ്ധ നടപടിയുടെ ഭാഗമായി നഷ്ടപ്പെട്ട ജോലി തിരികെ നൽകാൻ KSRTC-ക്ക് മേൽ യൂണിയൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മുൻ സർക്കാർ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി പൂഴ്ത്തിവെച്ച കേസന്വേഷണ റിപ്പോർട്ടുകൾ പുതിയ ആഭ്യന്തര വകുപ്പ് പുനർപരിശോധിക്കുന്നതോടെ യദുവിനെതിരെയുള്ള കള്ളക്കേസുകളും ഇല്ലാതെയാകും. തന്നെ KSRTC-യിൽ തിരിച്ചെടുക്കണമെന്ന് കാണിച്ച് യദു പുതിയ ഗതാഗത മന്ത്രിക്കും അതുപോലെ തന്നെ CMD-ക്കും അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം. രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി പുറത്താക്കിയ താൽക്കാലിക ജീവനക്കാരനോട് നീതി പുലർത്താൻ പുതിയ ഭരണ നേതൃത്വം തയ്യാറാകുമെന്നാണ് ജീവനക്കാർക്കിടയിലെ പൊതുവികാരം. യദുവിനെ വേട്ടയാടിയവർ പദവികളെല്ലാം നഷ്ടപ്പെട്ട് രാഷ്ട്രീയമായി പരുങ്ങലിലായ ഈ സാഹചര്യത്തിൽ പാണ്ഡ്യാലമുക്കിലെ പോലീസ് വിമോചനം പോലെ പാവപ്പെട്ട ഈ ഡ്രൈവർക്കും നീതി ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും KSRTC-യുടെ സ്റ്റിയറിംഗ് കയ്യിലെടുക്കുന്ന ദൃശ്യങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. പാർട്ടിയും ഈ ഗായത്രി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോൾ കണ്ട് വാർത്തയിലൊക്കെ കണ്ടുള്ള അറിവേ ഉള്ളൂ. പാർട്ടിയെ പേടിച്ചിട്ടായിരിക്കും. എന്തെന്ന് വെച്ചാൽ മേയറെ പേടിക്കാനെന്ന് വെച്ചാൽ മേയർ ഒരു സ്ഥാനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ. പാർട്ടി നിലനിന്ന് നിൽക്കുന്ന ഒരു ഇതാണല്ലോ കേരളത്തിലെ ഉള്ളത്. ഈ പാർട്ടി എന്ന് പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി എന്നല്ലേ പറഞ്ഞേ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞൂടാ, എൻ്റെ ജോലി പോകുന്ന എന്നെ തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് ഓർമ്മയുണ്ടോ? അന്ന് എന്നെ തൊഴിലാളി വർഗ പാർട്ടി ആയിട്ടുള്ള ആൾക്കാർ, അതിലൊരു ആൾക്കാർ, പാർട്ടി മൊത്തം പറയുന്നില്ല, അതിൽ മേയർ എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടിയുടെ കീഴിലുള്ള ആളാണല്ലോ. അതിനെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരും 2017 പീഡന കേസും ഇവ ഇങ്ങനെ പീഡനമാണെന്നും അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര കഴിവായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മോശം പ്രവർത്തികളാണ് ഇവർ കണ്ടെത്താൻ നോക്കിയത്. മുമ്പേ ഇങ്ങനെ ഉള്ള ചേഷ്ട കാണിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളുള്ളതും 2017 ഇവിടെ പാർട്ടിക്കാരന്മാരുമായിട്ട് ചെറിയ ഉന്തും തള്ളും അടിയുമായി
അവൻ്റെ സഹോദരി കൊണ്ടുവന്ന്, ഞാൻ അന്നും ചാനലുകളിൽ പറഞ്ഞു, അവൻ്റെ സഹോദരി കൊണ്ടുവന്ന് കേസ് ഒരു ഇതേപോലെയാണ്. അത് തെളിവുമില്ല, കാര്യങ്ങളുമില്ല. അത് ഔട്ട് ഓഫ് കോർട്ടിൽ ഇവർ പറയും പോലെ തന്നെ ഔട്ട് ഓഫ് കോർട്ടിൽ സംസാരിച്ച് ഇവർക്ക് കേസ് തിരിയുമെന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ ഈ പയ്യനെയാണോ കണ്ടതെന്നുള്ള എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ് അന്ന് തീർന്ന കേസാണ്. അതിലാണ് ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ ഒരിക്കലും വിട്ടുകളയില്ലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ത്രീ വിഷയത്തിൽ അങ്ങനെ ഭയങ്കര കുഴപ്പമുള്ള മനുഷ്യനാണെങ്കിൽ 6 വർഷമായി വിവാഹമോചനം നേടിയിട്ട്. ഈ വിവാഹമോചനം നേടിയ ആ സമയം തൊട്ട് ഓരോ വർഷവും ഓരോ പെൺകുട്ടിയെ കിട്ടിയാലും 6 പെൺകുട്ടിയെ കിട്ടാം. ഇത് ഞാൻ എല്ലാ ചാനലിലും പറയുന്നതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങൾ കുറേ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ സ്ത്രീ വിഷയം എടുത്തിടുന്നു, അവർ സ്ത്രീ ലംബണന്മാരാക്കുന്നു. കേട്ടല്ലേ, സ്ത്രീ ലംബണന്മാർ. അതായത് ഇപ്പം ഓരോന്ന് പറയാൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പാർട്ടിയിലും ഇതേപോലെ കുറച്ച് ആൾക്കാർ കാണും. അപ്പം നമ്മുടെ ഈ 2 കണ്ണും ഇല്ലാത്ത ഒരാൾ ഒരു കണ്ണുള്ളവനെ കളിയാക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഇവർ കാണിച്ചു വരുന്നത്. പിന്നെ എന്ത് പറയാൻ, ഇങ്ങനെയൊക്കെയാണ് ജനങ്ങൾ. ഇതേപോലെ ഇലക്ഷൻ വരുമ്പോൾ അവരെ പ്രതികരണം കാണിക്കും. ഇപ്പം എനിക്ക് പകരമായിട്ട് ജനങ്ങൾ എൻ്റെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ എന്നെ പോലെ തന്നെയാണ്. ജനങ്ങൾക്കും ഇതേപോലെ അനുഭവങ്ങൾ കിട്ടിയപ്പോൾ അവരും പ്രതികരിച്ചു. ഇനിയെങ്കിലും മനുഷ്യനാവണം, അത്രമാത്രമേ പറയാനുള്ളൂ. മനുഷ്യനാവണം, മനുഷ്യൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം, ദുഃഖങ്ങളും ഒരു ഉപജീവന മാർഗത്തിന് ജോലിയെ കൊണ്ടുപോകുന്ന, അത് സ്ഥിരം പോലുമല്ല, എംപാനൽ ജോലിക്കാരനാണ്. 715 രൂപ ശമ്പളം ഒരു ഡ്യൂട്ടിക്ക്. അങ്ങനെയുള്ളവരെ മേളിൽ കുതിര കയറാൻ പോകരുത്. നമുക്കൊരു ജോലി കൊടുക്കാൻ പറ്റൂല. ഒരാളെ ജോലി നശിപ്പിച്ചപ്പോൾ മേയറിന് എന്ത് കിട്ടിയെന്നുള്ളത് ഇപ്പം മേയറിന് മനസ്സിലായി കാണും. മാത്രമല്ല, മണിക്കൂറോളം ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ചതിനാലാണ് തന്നെ പുറത്താക്കിയതെന്ന് ഗണേഷ് കുമാറിന്റെ ആരോപണം തള്ളി യദു തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. KSRTCയിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വെച്ചാണ് യദുവിന്റെ വാദം. ആര്യ രാജേന്ദ്രനുമായി പ്രശ്നമുണ്ടായതുകൊണ്ടല്ല യദുവിനെ പുറത്താക്കിയതെന്നും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ തുടർച്ചയായി 6 മണിക്കൂർ ഇയർഫോൺ വെച്ച് ഫോണിൽ സംസാരിച്ചതിനാണ് നടപടിയെന്നുമായിരുന്നു മുൻ മന്ത്രിയുടെ നിലപാട്.